ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS 27ാമത്തെ വാർഷികാഘോഷം പുത്തൂർ പുഴയോരം ഗാർഡനിൽ നടന്നു. റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ വൈസ് ചെയർപേഴ്സൺ ജിഷ സ്വാഗതവും മുഖ്യാതിഥിയായി ഒല്ലുക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി മുഖ്യപ്രഭാഷണവും നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിനി പ്രദീപ് കുമാർ, PS ബാബു, വൈസ് പ്രസിഡന്റ് അശ്വതി സുനീഷ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ KV സജു, നളിനി വിശ്വംഭരൻ, ലിബി വർഗീസ്, PS സജിത് തുടങ്ങിയവർ പങ്കെടുത്തു. സ്ത്രീ ശാക്തീകരണം മുൻനിർത്തി സംസ്ഥാന സർക്കാർ ആരംഭിച്ച കുടുംബശ്രീ 27 വർഷത്തിലേക്ക് കടക്കുകയാണ്. പുതിയ കാലഘട്ടമനുസരിച്ച് അയൽക്കൂട്ടങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നൂതന പ്രവർത്തനവും കുടുംബശ്രീ കേരളത്തിലുടനീളം നടത്തിവരികയും അയൽക്കൂട്ടങ്ങളിലെ 46 ലക്ഷം വനിതകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കലാകായിക സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിച്ചു വരുന്നു. പുത്തൂർ ഗ്രാമപഞ്ചായത്തിന് ഗ്രാമീണ മേഖലയിലെ സ്ത്രീകളുടെ ഉന്നമനത്തിനും ചിട്ടയായ സംഘടനാ പ്രവർത്തനത്തിനും നേതൃത്വം കൊടുക്കുന്ന CDSന്റെ 27ാം വാർഷികാഘോഷം ഗ്രാമപഞ്ചായത്തിൽ വിപുലമായ കലാ സാംസ്കാരിക പരിപാടികളോട് ആരംഭിച്ചു. ഉദ്ഘാടന പ്രഭാഷണത്തിൽ റവന്യൂ മന്ത്രി കെ രാജൻ നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന മയക്കുമരുന്ന് ലഹരി വ്യാപനത്തിനെതിരെ അതിശക്തമായ പ്രവർത്തനം കുടുംബശ്രീ അംഗങ്ങൾ സംഘടിപ്പിക്കണമെന്നും യോഗത്തിൽ പറഞ്ഞു. സമൂഹത്തിലെ ലഹരി വ്യാപനത്തിനെതിരെ പ്രവർത്തിക്കാൻ കുടുംബശ്രീ സമൂഹം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് വാർഷികാഘോഷത്തിൽ മന്ത്രി എടുത്തു പറഞ്ഞു.
ശ്രീമതി അശ്വതി സുനീഷിനെ വികസനകാര്യ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. വർഗീസിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി ജയശ്രീ മധുസൂദനെയും സ്വാഗതം ചെയ്യുന്നു. അരുൺ സാറിനെ ഒരുപാട് സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. വളരെ നല്ല രീതിയിൽ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചുള്ള കുടുംബശ്രീയിലെ വിവിധ ഘട്ടങ്ങളിലായ സംരംഭങ്ങളുടെയും കൂട്ടായ്മയുടെയും ഒരു ഒത്തൊരുമ നമ്മുടെ കുടുംബശ്രീയിലുണ്ട്. 372 കുടുംബശ്രീ സംഘടനകളുള്ള നമ്മുടെ കുടുംബശ്രീയിൽ വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുവരികയാണ്. ഈ വർഷം നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ മാലിന്യമുക്ത നവകേരളം എന്ന സർക്കാരിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി വിവിധ പരിപാടികൾ നമ്മുടെ കുടുംബശ്രീ മുഖേന അതുപോലെ തന്നെ കുടുംബശ്രീ വഴിയുള്ള മറ്റു സംഘടനകൾ വഴിയുമൊക്കെ നല്ല രീതിയിൽ ഏറ്റെടുത്തു. ഇവിടെ ഇന്ന് വേദിയിൽ സ്വാഗതം പറഞ്ഞപ്പോൾ മാലിന്യമുക്ത നവകേരളത്തിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് പുത്തൂർ ഗ്രാമപഞ്ചായത്തിന് 2 അവാർഡുകളാണ് നമ്മുടെ വളരെ നല്ല പങ്കാളിത്തത്തോടും നമുക്ക് കിട്ടിയത്. അവരുടെ സജീവമായ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ നമുക്ക് ഇവിടെ സ്റ്റേജിലെ സ്വാഗതം പറഞ്ഞപ്പോൾ വനിതാ പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞു. ഇന്ന് കുടുംബശ്രീ എത്തപ്പെടാത്ത ഏതെങ്കിലും മേഖലയുണ്ട്. പണ്ട് കേവലം ബാങ്കിൽ നിന്ന് കിട്ടുന്ന പണം കൂലി നടത്തി ജീവിതം വെച്ചെടുക്കാനുള്ള ആളുകളാണ് കുടുംബശ്രീക്കാർ എന്ന് പറഞ്ഞ് അപമാനിച്ചപ്പോൾ കുടുംബശ്രീ നമ്മുടെ നാട്ടിൽ നടത്താൻ പോകുന്ന പ്രവർത്തനങ്ങളുടെ ഒരു ദീർഘമായിട്ടുള്ള സ്ഥിതി അങ്ങനെയല്ല എന്ന് ബോധ്യപ്പെടുത്താൻ ഒത്തിരി കാര്യങ്ങൾ പ്രവർത്തിക്കുകയും. പക്ഷെ ഇന്ന് കേരളത്തിൽ തന്നെ പുരുഷ കേസരികളെ വെല്ലാവുന്ന വിധത്തിലുള്ള കേരളം ഇന്ന് കാണുന്ന ഏറ്റവും വലിയ ലോകത്തിന്റെ മുമ്പിൽ അഭിമാനത്തോടെ കേരളം അവതരിപ്പിക്കുന്ന ഏറ്റവും വലിയ വനിതാ കൂട്ടായ്മയായി നമ്മുടെ ഈ സ്ത്രീ ചൈതന്യം മാറിക്കഴിഞ്ഞതിന്റെ അനുഭവ സാക്ഷ്യമായിട്ടാണ് യഥാർത്ഥത്തിൽ നമ്മളിവിടെ ഈ കൂട്ടിരിപ്പ് 27 വർഷക്കാലത്തിന് ശേഷം നടത്തുന്നത്. വളരെ വളരെ കൃത്യമായിട്ടുള്ള പ്രസംഗങ്ങൾ ഇനിയില്ല. 10 മണി മുതൽ നിങ്ങൾ ആരംഭിച്ചതാണ്. അതുമായി ബന്ധപ്പെട്ട വിവിധങ്ങളായിട്ടുള്ള കലാപരിപാടികൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് പതുക്കെ മാറിക്കൊണ്ടിരിക്കുന്ന മാനവികതയിലേക്കും മനുഷ്യത്വത്തിലേക്കും നമ്മുടെ നാടിനെ തിരിച്ചു പിടിക്കാനുള്ള ഉത്തരവാദിത്വം ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിഫലമില്ലാതെ ചെയ്യേണ്ട ആളുകളാണ് നിങ്ങൾ എന്ന ആദ്യത്തെ കാര്യം. പ്രതിഫലമില്ലാതെ പണി ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് പ്രശ്നമായൊരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. എന്നാൽ പ്രതിഫലം നമുക്ക് കിട്ടും. എന്തായിരിക്കും ആ പ്രതിഫലം? മനുഷ്യരായ മക്കളായിരിക്കും നമുക്ക് ലഭ്യമാകാൻ പോകുന്ന ഇപ്പോൾ ഇനി ഞാൻ ഉദ്ദേശിക്കുന്ന ജോലിയിൽ നിങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭ്യമാകാൻ പോകുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നാട്ടിൽ ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ നമ്മുടെ മക്കൾ നമ്മുടെ കാലവും മാറിക്കൊണ്ടിരിക്കുന്നു. അച്ഛനും അമ്മയ്ക്കും മക്കളോടുള്ള സ്നേഹത്തിന്റെ അളവ് കൂട്ടാൻ കാൽക്കുലേറ്റർ സാധ്യമല്ലാത്ത ലോകത്ത് നമ്മൾ ഇത് നിർത്തി നിൽക്കുകയാണ്. എല്ലാം കച്ചവടം, മനുഷ്യ സ്നേഹം പോലും കച്ചവടം. കഴിഞ്ഞ കുറേ ദിവസമായി നെറ്റിന്റെ കൈവച്ച് നിങ്ങളോട് ചോദിക്കട്ടെ, യഥാർത്ഥത്തിൽ ദിനപത്രം വായിക്കാനുള്ള ധൈര്യമുള്ള എത്ര പേർ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും? രാവിലെ എഴുന്നേറ്റാൽ കടുക്കുന്ന ഒരു ചായയും പിന്നെ അന്നത്തെ ദിനപത്രവും ദിനചര്യയായിട്ടുള്ള മലയാളികളുടെ മുമ്പിലേക്ക് 3 മാസമായി വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അത്രയും ചോരയുടെയും വിയർപ്പിന്റെയും കണ്ണീരിന്റെയും ബന്ധമുള്ള വാർത്തകളാണ്. നിങ്ങൾ നോക്കൂ, മനുഷ്യനെ കൊല്ലാനൊരു മടിയില്ലാത്ത ഒരു കാലം. ആധുനിക കംസൻ എന്ന മലയാളത്തിന്റെ വാർത്താ മാധ്യമങ്ങൾ എത്തിപ്പിടിപ്പിച്ച ഹരികുമാർ എന്നൊരാൾ തന്റെ സഹോദരിയുടെ പുത്രിയെ ചുമരിലടിച്ച് 2.5 വയസ്സുകാരനായിട്ടുള്ള കുഞ്ഞിനെ ചുമരിലടിച്ചു കൊണ്ടാൽ ഒരു മടിയില്ലാത്ത നാടിന്റെ പേരാണോ മലയാളം? 23 വയസ്സായ ഒരാളെ നിങ്ങൾ എന്തു പേര് വിളിക്കും? കുഞ്ഞെന്നോ കൊച്ചെന്നോ പയ്യനെന്നോ ചെറുക്കനെന്നോ? ഭാഷകളുടെ രൂപങ്ങൾക്കനുസരിച്ച് 23 വയസ്സുകാരനെ നമ്മൾ ചൊല്ലിപ്പിടിക്കുന്ന പല പേരുകളിൽ
അങ്ങനെ 23 വയസ്സുകാരനെ കൊണ്ട് സമൂഹത്തിൽ എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ച് നമുക്ക് ധാരണയുണ്ട്. എന്നാൽ തിരുവനന്തപുരത്ത് 23 വയസ്സായ ഒരു ചെറുക്കൻ വരുന്നുള്ളപ്പോൾ അമ്മയുടെ അമ്മയായിട്ടുള്ള വല്ലുമ്മയിൽ ആരംഭിച്ച് പിന്നെ വല്ലുമ്മയെയും കൊന്നു, അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വന്ന ഗുണപ്പുറത്തിനെ കൊന്നു, പിന്നെ തന്നെ മാത്രം വിശ്വസിച്ച് ഇറങ്ങി വന്ന കാമുകിയെ കൊന്നു, അമ്മയെ കൊല്ലാൻ ശ്രമിച്ച് 5 പേരുടെ മരണം 3 മണിക്കൂർ കൊണ്ട് വാഹനം എടുത്ത് ചെറുപ്പക്കാരൻ ചെയ്തു എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് മലയാളം. ചെന്നാമരയുടെ പേര് തോൽക്കാണ്. ആദ്യം അമ്മയെ, പിന്നെ അച്ഛനെ, പിന്നെ അച്ഛമ്മയെ. ചെന്നാമരയ്ക്ക് 3 പേരെ കൊന്നു കഴിഞ്ഞിട്ട് ആദ്യം ഒരാളെ ജയിലിൽ നിന്ന് വന്നതിന് ശേഷം പിന്നെ 2 ആളെ. മലയിൽ പോയ ചെന്നാമര തിരിച്ചു നാട്ടിലേക്ക് വന്നത് കഠിനമായിട്ടുള്ള വിശപ്പ് കൊണ്ടാണ്. ആ കഠിനമായ വിശപ്പ് കൊണ്ട് മലയിറങ്ങി വന്ന കൊലയാളിയായിട്ടുള്ള ചെന്നാമരയ്ക്ക് കയ്യിൽ വിലകിട്ടപ്പോൾ വടക്ക് നോക്കി എന്താ പറ്റുന്നത് പോലെ അയാളുടെ കഴുകി ചുറ്റിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഉച്ചബോധമല്ല. ആ കുടുംബത്തിലെ 2 കുഞ്ഞുങ്ങളെ, 2 പെൺകുട്ടികളെ ഇയാളുടെ നിസ്തുതി സൂക്ഷിച്ച് കൊല്ലാൻ ബാക്കിയുണ്ട്. അവരെ കൊല്ലാൻ പറ്റാതെ പോയതുകൊണ്ട് എന്ന് അന്വേഷിക്കുന്ന ഒരാളെ മലയാളി എന്ന പേര് ചൊല്ലി ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ വിളിക്കാൻ പറ്റുന്നു. എന്റെ നമ്മുടെ പുതിയ തലമുറ ഇങ്ങനെയാക്കി. യൂട്യൂബിലെ വാർത്ത കാണുന്നവർക്കറിയാം, എത്രയോ സിനിമകളിൽ നാം പരിചയപ്പെട്ട ഒരു സിനിമ നടൻ ഇന്ന് പോലീസിന്റെ വിചാരണയ്ക്ക് വിധേയമായി ഒരു പോലീസ് സ്റ്റേഷൻ നിൽക്കുകയാണ് മയക്കുമരുന്ന് ഉപയോഗിച്ചതിന്റെ പേരിലുള്ള ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ചുണ്ടുകളിലേക്ക് മധുരത്തിന്റെയും പുള്ളിയുടെയും തണുപ്പിന്റെയും ഒക്കെ രൂപത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്ന മിഠായികളിൽ പോലും മയക്കുമരുന്നിനെ കൊണ്ടെത്തിക്കാൻ കേരളത്തിന്റെ മണ്ണിൽ നിർബന്ധമായി നാം ചങ്ങല മുറിക്കേണ്ട ഒരു മാഫിയ നമുക്കിടയിലേക്ക്, ലഹരി മാഫിയ നമുക്കിടയിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു. എങ്ങനെ അതിന്റെ ബന്ധം നടക്കും? ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നമ്മുടെ ഈ കുടുംബശ്രീ 47 ലക്ഷം അംഗങ്ങളുടെ പിന്തുണത്തോടെ 3.5 കോടി മലയാളികളുടെ മുമ്പിൽ അഭിമാനമായി മാറിയിട്ടുള്ള ഈ കുടുംബശ്രീ യഥാർത്ഥത്തിൽ അരയും തലയും മുറുക്കി കേരളത്തിന്റെ തെരുവിലിറങ്ങി തിരിച്ചാൽ പുരുഷ കേസുകൾ നടത്തുന്നതിനേക്കാൾ വലിയ മയക്കുമരുന്നിനെതിരായിട്ടുള്ള യുദ്ധത്തിന്റെ സൈന്യമായി നിലകൊള്ളാൻ ഇപ്പോൾ ആർക്ക് കേരളത്തിൽ സാധ്യമാകും എന്ന് ചോദിച്ചാൽ ഹൃദയത്തിൽ തട്ടി മലയാളി പറയുന്ന പേര് നിങ്ങളുടേതാണ്. കേരളം അഭിമാനത്തോടെ കാണുന്ന പേരാണ്. ആ പേരാണ് കുടുംബശ്രീ എന്ന പ്രസ്ഥാനത്തിന്റെ പേര്. അങ്ങനെ ഒരു പ്രവർത്തനത്തിലേക്ക് തിരിയാൻ നമുക്ക് സാധ്യമാകും. നമ്മുടെ മക്കളെ രക്ഷിക്കാൻ വേണ്ടി വലിയപ്പോഴേ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അപകടകരമായ ഒരു കാലത്ത് നാടിനെ നന്നാക്കുന്നത് നമ്മുടെ ചുമതലയാണെന്ന തിരിച്ചറിവോടെ പ്രതിപരീക്ഷം കൂടാതെ അത്തരമൊരു വലിയ യുദ്ധത്തിനിറങ്ങി തിരിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഞാൻ ഒറ്റക്കാര്യം നിങ്ങളോട് പറയണം എന്ന് നേരത്തെ സെക്രട്ടറിയോട് പറഞ്ഞ് അതുകൂടി നിങ്ങളോട് പറയാൻ വേണ്ടി വെച്ച് ഞാൻ അതിന്റെ അവസാനിപ്പിക്കും. ഇന്ന് നമ്മൾ ചേരുന്ന ഈ കുടുംബശ്രീയുടെ അല്ലെങ്കിൽ നമ്മൾ ആരംഭിക്കേണ്ട ഒരു തയ്യാറെടുപ്പുണ്ട്. എന്തിനാണ് തയ്യാറെടുപ്പ്? ആ തയ്യാറെടുപ്പ് ലോകത്തിന്റെ നെറുകയിലേക്ക് നമ്മുടെ പഞ്ചായത്ത് എത്തിപ്പോരാൻ പോകുന്ന ഒരു മഹാപ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ സംഘാടകരായിട്ട് മാറാൻ എങ്ങനെ നമ്മുടെ കുടുംബശ്രീയുടെ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട 372 അയൽക്കൂട്ടങ്ങളെയും ഒരുപോലെ പങ്കാളിയാക്കി സാധിക്കും എന്ന ചോദ്യത്തിന് ഉത്തരവാണ്. വിശദമായ പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ തയ്യാറാണ്. പക്ഷെ ഞാൻ ആ സന്തോഷ വാർത്ത നിങ്ങളോട് പറയുകയാണ്. കഴിഞ്ഞ 10-35 വർഷക്കാലമായി ആഗ്രഹിക്കുകയും എന്നാൽ സാധ്യമാകാതിരിക്കുകയും ചെയ്ത, ഇപ്പോൾ സാധ്യമാകാൻ പോകുന്നു എന്ന് നാം പ്രതീക്ഷിക്കുന്ന, ലോകത്തിന്റെ അഭിമാനമായി മാറാൻ പോകുന്ന പുത്തൂരിലെ സുവർജിക്കൽ പാർക്ക് ഈ വരുന്ന ഓണക്കാലത്ത് ഔപചാരികമായി ലോകത്തിന്റെ മുമ്പിൽ തുറന്നു കൊടുക്കാൻ നമ്മുടെ നാട് തീരുമാനിക്കുകയാണ്. 30 ലക്ഷം മുതൽ 50 ലക്ഷം വരെ മനുഷ്യൻ എത്തിച്ചേരാൻ ഇടയുള്ള പുത്തൂരിലെ സുവർജിക്കൽ പാർക്ക്. ആ സുവർജിക്കൽ പാർക്ക് പുത്തൂരിലേക്ക് വരുമ്പോൾ
യഥാർത്ഥത്തിൽ അതിന്റെ ഏറ്റവും വലിയ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ തീരുമാനമെടുക്കാൻ സാധ്യമാകുന്നത് നമ്മുടെ കുടുംബശ്രീക്കാണ്. അങ്ങനെ എത്തിച്ചേരുന്നവരുടെ വിവിധങ്ങളായ ആവശ്യങ്ങൾ നിർവഹിക്കാൻ കഴിയും വിധം പുത്തൂരിന്റെ തനത് വിഭവങ്ങളിലൂടെ, പുത്തൂരിന്റെ തനത് വിഭവങ്ങളുടെ മാസ്മരികമായിട്ടുള്ള രുചിക്കൂട്ടുകളിലൂടെ നമുക്ക് അവർക്ക് മേടിക്കാൻ തയ്യാറാക്കുന്ന വിധത്തിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന മൊമെന്റുകളിലൂടെ, സുവനൂറിലൂടെ അവർക്ക് വേണ്ടി ഒരുക്കാൻ തീരുമാനിക്കുന്ന പച്ചക്കറിയുടെയും സ്വയം സംരംഭകത്തിലൂടെ നാം തയ്യാറാക്കാൻ വേണ്ടി പോകുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെയും പ്രദർശനത്തിലൂടെ നമ്മുടെ പഞ്ചായത്തിലെ കുടുംബശ്രീ പ്രസ്ഥാനത്തെയാകെ ഈ ഒരു മഹാപ്രവർത്തനത്തിന്റെ ഭാഗമായി സാമ്പത്തികമായി കൂടി ലഭ്യമാകാൻ കഴിയുന്ന വലിയ നേട്ടത്തിലേക്ക് എങ്ങനെ നമ്മൾ ഉപയോഗിക്കാൻ പറ്റും എന്നതിനെ സംബന്ധിച്ച് ആധികാരികമായ പഠനത്തിലേക്ക് നമ്മൾ പോകാൻ പോവുകയാണ്. ഞാൻ പ്രതീക്ഷിക്കുന്നത് നമുക്ക് ഈ മാസം അവസാനത്തിലോ അടുത്ത മാസം ആദ്യത്തിലോ കുടുംബശ്രീ പ്രവർത്തകരെ കൂടി കൂട്ടിയിരുത്തിക്കൊണ്ട് ാണ് പഞ്ചായത്ത് രാജ് ആക്ട് പ്രഖ്യാപിച്ചത്, നിയമം പ്രഖ്യാപിച്ചത്. 2025 കേരളത്തിൽ അതിനനുസരിച്ചുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് നടന്നു. അതിന് മുൻപ് തന്നെ നിയമം പ്രഖ്യാപിച്ചില്ലെങ്കിലും ആ നിയമം അനുസരിച്ച് പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിനാവശ്യമായ പണം യഥാർത്ഥത്തിൽ കേരളത്തിൽ ലഭിച്ചിരുന്നില്ല. ശേഷം 1996 തന്നെ വന്ന സർക്കാർ ഒരു പുതിയ പ്രവർത്തനത്തിന് രൂപം നൽകി അതിനനുസരിച്ച് പ്രവർത്തനം സംഘടിപ്പിക്കാൻ ആവശ്യമായ പണവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകി. അതായിരുന്നു ജനകീയ ആസൂത്രണം. ജനകീയ ആസൂത്രണവും നടപ്പാക്കിയതിനു ശേഷം 2 വർഷത്തിന് ശേഷമാണ് അന്ന് നമ്മുടെ നാടിനകത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ കുടുംബങ്ങളിലുണ്ടാകുന്ന ഏതു തരത്തിലുള്ള സാമ്പത്തിക ആവശ്യങ്ങളെയും അനുസരിച്ച് കൂടുതൽ ടെൻഷൻ അനുഭവിച്ചുകൊണ്ടിരുന്നത്, ഉറക്കം നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത് സ്ത്രീകൾക്കായിരുന്നു. അത് കൃത്യമായി മുതലെടുത്തുകൊണ്ടായിരുന്നു ആഴ്ചയിൽ 7 ദിവസമുണ്ടെങ്കിൽ 8 ദിവസവും ഒന്നിലേറെ ഇതര സംസ്ഥാന വട്ടിപ്പലിശക്കാർ അവരല്പം നാണം നടത്താൻ